നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന ആരോഗ്യ വാർത്ത. യുവാക്കളിൽ മദ്യപാനം തലച്ചോറിന്റെ വികാസത്തെ ബാധിക്കുമെന്ന് ഗവേഷകർ. ഉറക്കക്കുറവുള്ളവർക്ക് പ്രമേഹം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനം. കണക്കിൽ തൽപരരായ കുട്ടികൾ ഭാവിയിൽ മിടുക്കരാകുമെന്ന് അമേരിക്കൻ ഗവേഷകർ. യുവാക്കളിൽ മദ്യപാനം തലച്ചോറിന്റെ വികാസത്തെ ബാധിക്കുമെന്ന് ഗവേഷകർ. കിഴക്കൻ ഫിൻലൻഡിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. യുവാക്കളിൽ അമിത മദ്യപാനം വർദ്ധിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ ഈ പഠനത്തിന് ഏറെ പ്രാധാന്യമാണ് ഉള്ളത്. അമിതമായി മദ്യപിക്കുന്നവരുടെ തലച്ചോറിന്റെ വികാസം മന്ദഗതിയിലാകുന്നതായാണ് കണ്ടെത്തൽ. ഇത് ഭാവിയിൽ ഒട്ടേറെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. തലച്ചോറിന്റെ പല പ്രധാന ഭാഗങ്ങളും യൗവനകാലത്തും വികാസം പ്രാപിക്കുന്നവയാണെന്നും മദ്യപാനം ഇത് തടസ്സപ്പെടുത്തുമെന്നുമാണ് ഗവേഷകർ പറയുന്നത്. 10 വർഷത്തോളം നീണ്ട പഠനത്തിനൊടുവിലാണ് ഈ വിലയിരുത്തൽ. തലയ്ക്കും തലച്ചോറിനുമേൽക്കുന്ന ക്ഷതങ്ങളും പരിചരണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗം തലവൻ ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, സ്വാഗതം ആരോഗ്യ വാർത്തകളിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഏതൊക്കെ തരത്തിലാണ് സാധാരണ തലയ്ക്ക് ക്ഷതമേൽക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു അവയവമാണ് ബ്രെയിൻ. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് തലച്ചോറാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇതിൽ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് 90% തലച്ചോറിനുള്ള ക്ഷതങ്ങൾ ഉണ്ടാകുന്നത് ആക്സിഡൻറ്റ്സ് കാരണമാണ്. വെഹിക്കിൾ ആക്സിഡൻറ്റ്സ് കാരണം, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പൊക്കത്തിൽ നിന്ന് വീഴുന്ന ഫോൾ ഫ്രം ഹൈറ്റ്. പിന്നെ നമുക്ക് ഈ വഴക്കോ അടിയോ നടക്കുന്ന സമയത്ത് തലച്ചോറിലായാലും അടിക്കുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അസോൾട്ട്സ്. പിന്നെ എന്തെങ്കിലും ഡേഞ്ചറസ് സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സിൽ ഏർപ്പെടുന്ന സമയത്തുള്ള തലയ്ക്കുള്ള ഇഞ്ചുറി ഉണ്ടാവാം. അതുകൂടാതെ പിന്നെ പെനിട്രേറ്റിംഗ് ഇഞ്ചുറി, കത്തി കൊണ്ടുള്ള കുത്തലോ അല്ലെങ്കിൽ ബുള്ളറ്റ് ഇഞ്ചുറി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് തലയ്ക്ക് ക്ഷതമുണ്ടാകുന്നത്. ഡോക്ടർ, എല്ലാ തരത്തിലുള്ള ഹെഡ് ഇഞ്ചുറിയും അപകടകരമാണോ? എല്ലാ ഹെഡ് ഇഞ്ചുറിയും നമുക്കതിനുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം ഹെഡ് ഇഞ്ചുറി നമ്മൾ നോർമലായിട്ട് ഏതൊരു പേഷ്യൻറ്റും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ പേഷ്യൻ്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്നൊരു സ്കെയിൽ വെച്ച് ഞങ്ങൾ എല്ലാ പേഷ്യൻറ്റിനെയും അളക്കാറുണ്ട്. അപ്പോൾ നോർമലി അത് സ്കോർ 15 ആണ്. അതായത് നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് 15 സ്കോർ. 9 തൊട്ട് 14 വരെയുള്ള സ്കോറിനെ നമ്മൾ മൈനർ ഹെഡ് ഇഞ്ചുറി എന്നും, 3 തൊട്ട് 9 വരെയുള്ള സ്കോറിനെ നമുക്ക് മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറി എന്നും, 3 തൊട്ട് 9 വരെയുള്ള സ്കോർ. അപ്പോൾ അങ്ങനെയുള്ളതിന് മൈനർ ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ 3 തൊട്ട് 9ഉം, മോഡറേറ്റ് ആണെങ്കിൽ 9 തൊട്ട് 13ഉം, 13 തൊട്ട് 15 വരെയുള്ള പിന്നെ മൈനർ ഹെഡ് ഇഞ്ചുറി എന്നും പറയും. അപ്പം 75% മൈനർ ഹെഡ് ഇഞ്ചുറി ലോകത്തുള്ളത്, 15% മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറിയും 10% നമുക്ക് സിവിയർ ഹെഡ് ഇഞ്ചുറിയാണ് ലോകത്തുള്ളത്. ഡോക്ടർ, തലയ്ക്ക് ക്ഷതമേറ്റ ഒരു വ്യക്തിയെ കണ്ടാൽ ഏത് രീതിയിലാണ് ആദ്യഘട്ടത്തിൽ പരിചരിക്കേണ്ടത്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിനു മുന്നേ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഏകദേശം 5-6 മില്യൺ ആക്സിഡൻറ്റ്സ് ആണ് ഒരു വർഷം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന രാജ്യം ഇന്ത്യയാണ്. അതായത് ഇന്ത്യയിൽ 50 ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു വ്യക്തി വെച്ച് മരിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അത് 200 വ്യക്തികളിൽ 1 മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിട്ടാത്തത് കാരണവും നമ്മുടെ കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കറക്റ്റായിട്ട് എത്തിക്കാത്തതിൻ്റെ കാരണവുമാണ് ഇത്രയധികം മരണം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം. അപ്പം എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊരു വ്യക്തി ഇപ്പം ഒരു ഹെഡ് ഇഞ്ചുറി പേഷ്യൻറ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ പേഷ്യൻറ്റിന് ബോധമുണ്ടോ ബോധമില്ലേ എന്ന് നോക്കുക. ബോധമുള്ള വ്യക്തി, സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള ഭാഗം നമ്മൾ അമർത്തി പിടിക്കുക. ഏതെങ്കിലും ബ്ലീഡിംഗ് ഉള്ള ഭാഗത്ത് ഒരു തുണി കൊണ്ടോ ഒരു കർച്ചീഫ് കൊണ്ടോ ബലമായിട്ട് ശക്തിയായിട്ട് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തലയും കഴുത്തും സ്പൈനും അനങ്ങാത്ത രീതിയിൽ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. പേഷ്യൻറ്റിന് ബോധമില്ലെങ്കിൽ ആദ്യം തന്നെ പൾസ് നോക്കുക. കരോട്ടിയുടെ ഇവിടെ പൾസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ പൾസ് 10 സെക്കൻഡ് നമ്മൾ നോക്കുക. പൾസ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അപ്പോൾ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുക. പൾസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ രക്തം വരുന്നുണ്ടെങ്കിൽ
കഴുത്തും തലയും സപ്പോർട്ട് ചെയ്ത് ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തുക. അല്ലെങ്കിൽ ഈ ബ്ലഡും അല്ലെങ്കിൽ വൊമിറ്റസും എല്ലാം ലങ്സിൻ്റെ അകത്തോട്ട് പോകാനും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിലോട്ട് എത്താനും ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും വെള്ളം വ്യക്തികൾക്ക് കൊടുക്കരുത്. ഡോക്ടർ, ഈ തലയ്ക്ക് പരിക്കേറ്റ് വരുന്ന എല്ലാ വ്യക്തികൾക്കും ഈ CT സ്കാൻ ആവശ്യമാണോ? അതൊരു തെറ്റായ ധാരണയാണ്. കാരണം CT സ്കാൻ എല്ലാ പേഷ്യൻറ്റിനും CT സ്കാൻ എടുക്കേണ്ട ആവശ്യമില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലിനിക്കൽ എക്സലൻസ് അതായത് NICE ഗൈഡ് ലൈൻസ് അനുസരിച്ച് എന്ന് വെച്ചാൽ സർട്ടൺ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ CT സ്കാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പേഷ്യൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നോക്കുമ്പോൾ 13 താഴെ സ്കോറിംഗ് ഉള്ള ഒരു പേഷ്യൻറ്റ് ഈ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റോട് വരികയാണെങ്കിൽ നമ്മൾ CT എടുക്കും. കുട്ടികൾക്കാണെങ്കിൽ അത് 14 അഡൾട്ടിനാണെങ്കിൽ 13. പിന്നെ ഒരു വട്ടത്തിൽ കൂടുതൽ വോമിറ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് നമ്മൾ CT സ്കാൻ എടുക്കും. കുട്ടികൾക്കാണെങ്കിൽ 3 വട്ടത്തിൽ കൂടുതൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വോമിറ്റ് ചെയ്യുവാണെങ്കിൽ CT സ്കാൻ എടുക്കേണ്ടി വരും. പിന്നെ അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും സ്കള്ള്, അതായത് നമ്മുടെ തലയോട്ടി നോക്കുമ്പോഴത്തേക്ക് തലയോട്ടിയിൽ പൊട്ടലുണ്ടെങ്കിൽ, തലയോട്ടിയിൽ പൊട്ടലോ എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള വൂണ്ട്, ഓപ്പൺ ഓർ ഡിപ്രസ്ഡ് സ്കൾ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ CT സ്കാൻ എടുക്കും. പിന്നെ ബേസൽ സ്കൾ ഫ്രാക്ചർ എന്ന് പറയും, അതായത് നമുക്ക് തലയുടെ കണ്ണിന് ചുറ്റും ബ്ലാക്ക് കളറിലുള്ള ഐസ്, അങ്ങനെ മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ രക്തം വരിക, ഫിറ്റ്സ് ഉണ്ടാവുക, എന്താണ് സംഭവിച്ചെന്ന് ഓർമ്മയില്ലാത്ത വ്യക്തികൾ, ബോധമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള പേഷ്യൻറ്റിന് മാത്രമേ നമ്മൾ CT സ്കാൻ എടുക്കാറുള്ളൂ. ഡോക്ടർ, ഈ ഹെഡ് ഇഞ്ചുറിയും സ്ട്രോക്കും ഒന്നാണോ? സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തലയിലുള്ള രക്തക്കുഴൽ പൊട്ടുകയോ ബ്ലോക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, അതായത് TBI എന്ന് പറയും. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് രക്തക്കുഴൽ പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയും സ്ട്രോക്ക് ആണെന്ന് പറയാം, പക്ഷേ എല്ലാ സ്ട്രോക്കും ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അല്ല. ഡോക്ടർ, ഇപ്പോൾ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ട ആള് സാധാരണഗതിയിൽ സംസാരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നില ഗുരുതരമാകുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഇതറിയണമെങ്കിൽ നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് ബ്ലീഡ് അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് തലയ്ക്കകത്ത് നമുക്ക് ഈ തല ക്ഷതം എന്ന് ഉദ്ദേശിക്കുന്നത്, തലച്ചോറിനുള്ള ക്ഷതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തല തൊട്ട് തുടങ്ങുവാണെങ്കിൽ ആദ്യത്തെ സ്കാൽപ്പ് ഇഞ്ചുറി എന്ന് പറയും. അതായത് തലയുടെ പുറത്തുള്ള ലെയർ ഇഞ്ചുറി വരുവാണെങ്കിൽ, തൊലിപ്പുറത്തുള്ള ഇഞ്ചുറി, അവിടെ ഒരു 5 ലെയർ ഉണ്ട്. ആ 5 ലെയറിലുള്ള ഇഞ്ചുറി ആണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് മാത്രമേ പ്രോബ്ലം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ആ ബ്ലീഡിങ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. നമ്മൾ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബ്ലഡ് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും എടുക്കണം. അതിൻ്റെ താഴോട്ട് വരുവാണെങ്കിലാണ് സ്കൾ, അതായത് തലയോട്ടിക്കകത്ത് പൊട്ടലോ തലയോട്ടിക്കകത്ത് എന്തെങ്കിലും ഓപ്പൺ വൂണ്ടോ കാണുവാണെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ താഴെയാണ് മെനിഞ്ചസ്, അതായത് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറുണ്ട്. ആ ലെയറിൽ തന്നെ 3 ലെയറുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ പല ടൈപ്പ് ഓഫ് ബ്ലീഡിംഗ് ഉണ്ട്. SDH, EDH എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്സ് ഓഫ് ബ്ലീഡിംഗ് ഉണ്ട്. അപ്പോൾ EDH എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്, അതായത് തലച്ചോറിന് തൊട്ട് മുകളിലുള്ള ലെയറിൽ മെനിഞ്ചസിൻ്റെ ഏറ്റവും മുകളിലുള്ള ലെയറിലാണ് ബ്ലീഡിംഗ് എങ്കിൽ ആ പേഷ്യൻ്റ് ഒരു 3-4 മണിക്കൂർ വരെ സംസാരിക്കുന്ന വളരെ പെർഫെക്റ്റ്ലി നോർമലായിരിക്കും. പെട്ടെന്ന് ഡിറ്റൂരേറ്റ് ചെയ്യും. കാരണം പെട്ടെന്ന് ആ ബ്ലഡ് വികസിക്കാനുള്ള ചാൻസും ബ്രെയിനിനെ ഷ്രിങ്ക് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ EDH ആണ് ഇങ്ങനെ പെട്ടെന്ന് മരണം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലീഡ്. അപ്പം EDH ഉള്ള വ്യക്തികൾ, നമ്മൾ ചിലപ്പം തല ഇടിച്ചിട്ടുള്ള വ്യക്തികൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ NICE ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും ഉണ്ട്, അവർ ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് കുഴഞ്ഞു വീണൊക്കെ മരിക്കാറുണ്ട്. ഇതിനെ നമ്മൾ ലൂസിഡ് ഇൻ്റർവൽ എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ടൈം ഇൻ്റർവൽ ഗ്യാപ്പിന് നമ്മൾ ലൂസിഡ് ഇൻ്റർവൽ എന്ന് പറയും. അപ്പോൾ ഈ താരതമ്യേന ചെറിയ അപകടങ്ങളിൽ പെടുന്നവർക്ക് ഇത്തരത്തിൽ തലച്ചോറിൽ ഗുരുതരമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അത് സാധാരണ കാണുന്നത് ഇപ്പം 65 കൂടുതൽ വയസ്സുള്ള വ്യക്തികൾക്ക് നമ്മുടെ ബ്രെയിനിലെ വെസൽസ് എല്ലാം കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ ചെറിയൊരു തട്ടിയാൽ തന്നെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ചിലപ്പോൾ ഈ ഹാർട്ട് ബ്ലോക്കുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ കാലിലൊക്കെ വെസൽസിലൊക്കെ ബ്ലോക്കുള്ള വ്യക്തികൾ വാർഫാറിൻ, എക്കോസ്പിരിൻ, ക്ലോപ്പിലെറ്റ് അങ്ങനെയുള്ള ഗുളികളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പം ബ്ലഡ് പിന്നെ കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന കാരണം ബ്ലഡ് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ NICE ഗൈഡ് ലൈൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ വ്യക്തികളെ വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ കണക്കാക്കണം. ഡോക്ടർ, സാധാരണ ഒരാൾ ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ സാധാരണ പറയുന്നത് 24 മണിക്കൂർ ഒബ്സർവേഷനിലാണ് എന്നാണ്. ഈ 24 മണിക്കൂർ നേരത്തേക്ക് എന്തൊക്കെയാണ് ഈ ഒബ്സർവ് ചെയ്യുന്നത്? ഒപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
24 മണിക്കൂർ ഒബ്സർവേഷൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ ബ്രിഡ്ജിങ് വെയിൻസ് പോലെ ചെറിയ വെസൽസ് ഒക്കെ പൊട്ടും. അപ്പോൾ ആദ്യത്തെ സ്കാൻ ചിലപ്പോൾ നോർമൽ ആയിരിക്കും. അപ്പം നമ്മുടെ മെക്കാനിസം ഓഫ് ഇഞ്ചുറിയും കൂടെ നമ്മൾ ചോദിക്കും. അതായത് എങ്ങനെയാണ് ഈ വ്യക്തികൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു വെഹിക്കിളിൽ നിന്ന് തെറിച്ചു പോയ വ്യക്തികൾക്ക് ആക്സിഡൻറ്റിൻ്റെ ആഘാതം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു 5 ഫീറ്റിൻ്റെ മേളിൽ നിന്ന് വീണ വ്യക്തികൾ, അല്ലെങ്കിൽ 5 സ്റ്റെയറിൻ്റെ മേളിൽ നിന്നുള്ള വ്യക്തികൾ, അതിനും സർട്ടൺ ഗൈഡ് ലൈൻസ് ഉണ്ട്. അങ്ങനെ മെക്കാനിസം ഓഫ് ഇഞ്ചുറി ഡേഞ്ചർ ആയിട്ടുള്ള വ്യക്തികൾക്ക് നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും 24 മണിക്കൂർ ഒബ്സർവ് ചെയ്തിരിക്കണം. കാരണം ആദ്യത്തെ CT സ്കാൻ ചിലപ്പോൾ നോർമൽ ആയിരിക്കും. രണ്ടാമത് ചിലപ്പോൾ ഈ വെസൽസ് ബ്ലീഡിങ് കൂടി പതുക്കെ കാരണം ബ്രെയിൻ ഒരു സ്കള്ളിൻ്റെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അതായത് സ്കൾ എന്നുള്ള ഒരു ബോക്സ്. ആ ബോക്സിൻ്റെ അകത്ത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ബ്ലഡ് കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രെയിനെ ഷ്രിങ്ക് ചെയ്യാനല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പം അത് ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ്. പേഷ്യൻറ്റിന് ഒരിക്കലും നമുക്ക് ബ്രെയിൻ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊരു വ്യക്തിയെ നോർമലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനാണ് നമുക്ക് 24 മണിക്കൂർ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ചാർജ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ, ഡിസ്ചാർജ് നമ്മൾ പോകുന്ന ഏതൊരു വ്യക്തിയും നമുക്ക് സർട്ടൻ വാർണിംഗ് സിഗ്നൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക. അതായത് 24 മണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താലും നമ്മളൊരു 3-4 ദിവസം ഇന്ന ലക്ഷണങ്ങളുണ്ടോ എന്ന് ബൈസ്റ്റാൻഡർ അടുത്ത് പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റ്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ മൂക്കിന്നോ ചെവിന്നോ രക്തം വരിക, അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും വെള്ളം പോലുള്ള ദ്രാവകം വരിക, പിന്നെ ഇതിപ്പോൾ കൂടുതൽ ഉറക്കം, കുട്ടികളാണെങ്കിൽ കൂടുതൽ ഉറക്കം, സംസാരത്തിൻ്റെ രീതി മാറുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഡേഞ്ചറസ് സിഗ്നൽസ് എക്സ്പ്ലെയിൻ ചെയ്തേ വിടാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറയും. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഒരു ആക്സിഡന്റിൽ തലയ്ക്ക് ക്ഷതമേറ്റ് മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ രക്തം വരുന്ന നിലയിലുള്ള ഒരു രോഗി അത് എത്രമാത്രം ഗുരുതരമായ അവസ്ഥയിലാണ്? രക്ഷപ്പെടാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? രക്ഷപ്പെടില്ല എന്നല്ല, നമുക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ പറയുന്നത് ബേസിലാർ സ്കൾ ഫ്രാക്ചർ, അതായത് നമ്മുടെ സ്കളിൻ്റെ താഴത്തെ ലെവലിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എല്ല് പൊട്ടുകയാണെങ്കിലാണ് ബേസിലാർ സ്കൾ ഫ്രാക്ചർ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് 5 തരം സിംറ്റംസ് വരാം. അതായത് കണ്ണിന് ചുറ്റും കറുത്ത കളറിൽ കളക്ഷൻ, പിന്നെ നമ്മുടെ ബാക്കിലത്തെ ഇവിടുത്തെ എല്ല് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലിൻ്റെ കളർ ഒരു ചുമന്ന കളറിലിരിക്കും, ബാറ്റിൽ സൈൻ എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൂക്കിന്നോ ചെവിന്നോ രക്തമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വെള്ള ദ്രാവകമോ വരിക. ഇതിലേതെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ നമ്മൾ ബേസിലാർ സ്കൾ ഫ്രാക്ചർ എന്ന് പറയും. അങ്ങനെയുള്ള പേഷ്യൻ്റ് നമ്മൾ സർട്ടൻ പ്രത്യേക രീതിയിലുള്ള കെയർ കൊടുത്താൽ മാത്രമേ ആ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതാണ് ബേസിലാർ സ്കൾ ഫ്രാക്ചറിൻ്റെ ഇമ്പോർട്ടൻസ്. ഡോക്ടർ, തലയ്ക്ക് ക്ഷതമേറ്റു വരുന്ന ഒരു രോഗിക്ക് ഈ എമർജൻസി വിഭാഗത്തിൽ എന്തൊക്കെ ചികിത്സകളാണ് നൽകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആക്ച്വലി ഏത് ഏരിയ ആണെന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യം കണ്ടുപിടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോസ്റ്റ് ഓഫ് ദി ഇഞ്ചുറീസ് ഫ്രോണ്ടൽ ലോബ്, അതായത് നമ്മൾ ബ്രെയിനിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് സെറിബ്രം, അതായത് ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത്. ആ സെറിബ്രത്തിനെ തന്നെ നമ്മൾ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രോണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. ഇപ്പോൾ ഫ്രോണ്ടൽ ലോബിലാണ് അതായത് ഏറ്റവും ഫ്രണ്ടിലുള്ള ഏരിയ. ആ ലോബിലാണ് നമ്മുടെ ഒരു വ്യക്തി ചിന്തിക്കുന്നതും യുക്തി, പ്രശ്നപരിഹാരം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫ്രോണ്ടൽ ലോബാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റെ സിംറ്റംസ് മൊത്തം അതിനുമായിട്ടുള്ള ബന്ധമായിരിക്കും. പേഷ്യൻറ്റിന് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കുമ്പോൾ കുഴയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ടെമ്പറൽ ലോബാണെങ്കിൽ നമ്മൾ കേൾവി ശക്തി, മെമ്മറി, അതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഇടിച്ചിട്ടുള്ളതാണെങ്കിൽ ആ പേഷ്യൻ്റെ സിംറ്റംസ് അങ്ങനെ ആയിരിക്കും. ഓക്സിപിറ്റൽ ലോബാണെങ്കിൽ ബാക്കിലാണ്, അത് നമ്മൾക്ക് വിഷനായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും, കാണാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ. പിന്നെ പരേറ്റൽ ലോബാണെങ്കിൽ പേഷ്യൻറ്റിന് സെൻസേഷന് പ്രോബ്ലം ഉണ്ടാകും. അതായത് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, സ്റ്റേജ് സെൻസേഷൻ, ടച്ച് സെൻസേഷൻ, അങ്ങനെയുള്ള പ്രൊപ്രിയോസെപ്ഷൻ, അങ്ങനെയുള്ള തൊട്ടാ അറിയാം നമുക്ക് എവിടെയാണെന്നുള്ള വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ഏരിയ ആണെന്ന് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാ പേഷ്യൻറ്റിനെയും മാനേജ് ചെയ്യുന്ന പോലെ ABCD, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഡിസബിലിറ്റി രീതിയിൽ മാനേജ് ചെയ്യും. ഇവിടെ ട്രോമ ആയതുകൊണ്ട് നമ്മൾ സെർവിക്കൽ സ്പൈൻ, അതായത് കഴുത്തിലെ സ്പൈനിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നുണ്ടോ, എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്നുള്ള കാര്യം ചെയ്യും. ബ്ലീഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബ്ലീഡ് കുറയാനുള്ള മരുന്ന്, നീര് കുറയാനുള്ള മരുന്ന്, ഫിറ്റ്സ് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്ന്, ഇതുകൂടെ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സാധാരണ. ഇത് കൂടാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മെഷേഴ്സ് എടുക്കുകയാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യാറുള്ളത്. ഡോക്ടർ, ഈ ഹെഡ് ഇഞ്ചുറിയിൽ ഒരു ന്യൂറോ സർജൻ്റെ ഒരു റോൾ എന്താണ്? ന്യൂറോ സർജൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇതുപോലെ സ്റ്റെബിലൈസ് ചെയ്ത വ്യക്തികൾക്ക് നമ്മൾ CT ബ്രെയിൻ എടുക്കും. CT ബ്രെയിൻ എടുക്കുമ്പോൾ
5 മില്ലിമീറ്റർ മുകളിൽ തിക്നെസ് ഉള്ള എല്ലാ ബ്ലീഡുകളും അല്ലെങ്കിൽ ബ്രെയിനെ കംപ്രസ് ചെയ്യുന്നുള്ള എല്ലാ ബ്ലീഡുകളിലും ഓപ്പറേഷൻ വേണം. കാരണം നമ്മൾ മെയിനായിട്ട് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവാൻ. കാരണം ഞാൻ പറഞ്ഞതുപോലെ ബ്രെയിനിലൊരു ഡാമേജ് വന്നാൽ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഡാമേജ്. അപ്പോൾ സെക്കൻഡറി ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ മെഷേഴ്സും എടുക്കാറുള്ളത്. അതായത് പേഷ്യൻറ്റിന് ഓക്സിജൻ കുറയാതിരിക്കാനോ BP താഴോട്ട് പോകാതിരിക്കാനോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കും. അതേപോലെ ഇപ്പം കൂടുതൽ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ട്, ബ്രെയിനെ കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂറോ സർജൻ വന്നേ പറ്റൂ. ന്യൂറോ സർജൻ വന്ന് തലയോട്ടിയുടെ ചേർന്നിട്ടുള്ള ബ്ലീഡിങ്, അതായത് തലയോട്ടിയായിട്ട് ഒട്ടിയിരിക്കുന്ന ബ്ലീഡിങ് എല്ലാം ഒരു ഹോൾ ഇട്ട് ബർഹോൾ എന്ന് പറഞ്ഞ് ബർഹോൾ ഓപ്പറേഷൻ വഴി പുറത്തെടുക്കാം. കുറച്ച് അകത്താണ് കൂടുതൽ കംപ്രസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലം വേണമെങ്കിൽ അതിന് നമ്മൾ ഓപ്പൺ ഫ്ലാപ്പ് ക്രൈനിയോട്ടമി എന്ന് പറയും. അതായത് നമ്മുടെ തലയോട്ടിയിലെ ഒരു ഭാഗം കട്ട് ചെയ്ത് വയറിലെടുത്ത് വെക്കും. വയറിലെടുത്ത് വെച്ച് അപ്പം ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് സ്ഥലമാണ് കിട്ടും, കുറച്ച് നാളത്തേക്ക്, ചിലപ്പോൾ 2-3 മാസം. 3 മാസം കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് നോർമൽ ആയതിനു ശേഷം ഈ വയറിൽ നിന്നുള്ള എല്ല് വീണ്ടും എടുത്ത് തിരിച്ച് റീപ്ലേസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബോൺ ഫ്ലാപ്പ് ക്രൈനിയോട്ടമി ടെക്നിക്ക്. അപ്പം ഇതിനൊക്കെ നമ്മൾ ന്യൂറോ സർജൻ്റെ ആവശ്യം വളരെയധികം ആവശ്യമുണ്ട് ആ സമയത്ത്. ഡോക്ടർ, എന്താണ് ഈ കോൺട്ര കൂപ്പ് ഇഞ്ചുറി എന്ന് പറയുന്നത്? കോൺട്ര കൂപ്പ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, സ്കള്ള് ഇടിച്ച് കഴിയുമ്പോൾ, ബ്രെയിനിന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ടിൽ പിടിക്കാം, ബ്രെയിന് വേറെ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് അത് ബാക്കിലോട്ടേ പോകത്തുള്ളൂ. കാരണം ബ്രെയിനിന് ചുറ്റും വെള്ളമുണ്ട്, കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ എവിടെ അറിയാം ഞങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് അടിച്ച ഒരു സാധനം ബാക്കിലോട്ട് വരാനുള്ള ഇതുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇപ്പം ഫ്രോണ്ടൽ ബോൺ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ഫ്രോണ്ടൽ ബോണിന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പക്ഷേ കോൺട്രകോപ്പ് ഇഞ്ചുറി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ ഡോക്ടേഴ്സും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇടി കിട്ടിയതിന് ശേഷം എവിടെയാണോ അതിൻ്റെ സെയിം ഡയമീറ്റർ വരച്ച് നോക്കുമ്പോഴത്തേക്ക് ബാക്കിലും അതിൻ്റെ സെയിം ബാക്ക് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ എന്നും കൂടെ നോക്കണം. ചിലപ്പം ഫ്രണ്ടിൽ മാത്രം ഇഞ്ചുറി ഉള്ള വ്യക്തി നമ്മൾ അത് മാത്രം ട്രീറ്റ് ചെയ്യും, ചിലപ്പോൾ ബാക്കിലും ഒരു ഇഞ്ചുറി ഉണ്ടാവും. അതിനെയാണ് കോൺട്രകോപ്പ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ചില സമയത്ത് ഈ ഹെഡ് ഇഞ്ചുറി ഉണ്ടായി ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന രോഗികളിൽ ചിലർക്ക് CT സ്കാൻ നോർമൽ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബ്ലീഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് രക്തക്കുഴലിൽ പൊട്ടിയിട്ടുള്ള അവസ്ഥകൾ കാരണമാണ് ബ്രെയിനിൻ്റെ ക്ഷതങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ ബ്രെയിനിൽ തന്നെ വേറെ എന്തൊക്കെ ഉണ്ട്, നെർവ്സ് ഉണ്ട്, ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ അതിലിപ്പം ഡയറക്റ്റ് ഇമ്പാക്റ്റ്, വളരെയധികം ശക്തിയായുള്ള ഇമ്പാക്റ്റ് കാരണം ആക്സോൺസ് അല്ലെങ്കിൽ നെർവ്സ് ഒക്കെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ CT സ്കാൻ നോക്കുമ്പോൾ പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കും. ബ്രെയിൻ്റെ അകത്ത് ബ്ലീഡോ അങ്ങനെ ഒരു പ്രോബ്ലം കാണത്തില്ല. പക്ഷേ അകത്തെ നെർവ് പൊട്ടിയത് കാരണമാണ് പേഷ്യൻ്റ് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരു അവസ്ഥ കാണുന്നത്. അത് ലേറ്റർ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും, 1-2 ദിവസം കഴിഞ്ഞിട്ടേ കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെ കൺഫേം ചെയ്യാൻ വളരെ പ്രയാസമാണ്. നമുക്ക് സാധാരണ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, 5 ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യുന്നത്. പേഷ്യൻ്റെ നേരത്തെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നോക്കുമ്പോൾ സ്കോർ 3 ഉള്ളവരെ നമ്മൾ ബ്രെയിൻ ഡെത്ത്, അതുപോലെ പ്യൂപ്പിൾ റിയാക്ഷൻ, കണ്ണിൻ്റെ അകത്ത് ടോർച്ച് അടിച്ചിട്ട് കണ്ണിലെ റിയാക്ഷൻസ് ഇല്ല, ഒട്ടുമില്ല. പിന്നെ നമ്മളൊരു കോട്ടൺ വെച്ച് കണ്ണിൽ ടച്ച് ചെയ്ത് കോർണിയൽ റിഫ്ലക്സ്, ഓക്കുലോസെഫാലിക് റിഫ്ലക്സ്, ചെവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി റിഫ്ലക്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്തിട്ട് ആണ് നമുക്ക് ബ്രെയിൻ ഡെഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ചേർന്ന് ബ്രെയിൻ ഡെത്ത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. ഇച്ചിരി പ്രയാസമായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഈ ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യാനുള്ളത്. അത് കൂടാതെ നമുക്ക് MRI അല്ലെങ്കിൽ EEG, സെറിബ്രൽ ബ്ലഡ് ഫ്ലോ സ്റ്റഡി, അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ വഴി നമുക്ക് ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെ ബ്രെയിൻ ഡെത്ത് ആണെങ്കിലും നമുക്കറിയാം ഒരു ബ്രെയിനിന് പകരമായിട്ട് വേറൊരു മെഷീനോ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രെയിൻ ഡെത്തായുള്ള വ്യക്തികൾക്ക് നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാനല്ലാതെ വേറൊരു മാർഗവും നമുക്ക് അപ്പോൾ ഉണ്ടാവില്ല, എടുത്ത് മാറ്റേണ്ടി വരും. ഈ പേഷ്യൻസ് എല്ലാം ഓർഗൻ ഡൊണേഷന് അല്ലെങ്കിൽ ഓർഗൻ കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല വ്യക്തികളാണ്. കാരണം അഥവാ ബാക്കിയുള്ള ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം ബ്രെയിൻ മാത്രമാണ് ഡെത്തായിരിക്കുന്നത്, ബാക്കി ഓർഗൻസ് എല്ലാം നല്ല കണ്ടീഷനിലായിരിക്കും. ഡോക്ടർ, നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇരുചക്ര വാഹന യാത്രികരാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ പെടുന്നത്. ഇത്തരത്തിൽ അപകടങ്ങളിൽപ്പെട്ട ആളുകളുടെ ഹെൽമറ്റ് ഊരിയെടുക്കുന്നതിലെ ചില അപാകതകൾ മൂലം പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായതായി കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ആൾക്കാർ അവിടെ തടിച്ചു കൂടുകയും
പെട്ടെന്ന് തന്നെ ഹെൽമെറ്റ് വലിച്ചൂരി, അപ്പോഴത്തേക്ക് തലയ്ക്കൊരു ഇഞ്ചുറി ഉണ്ടാവാനോ, ചിലപ്പോൾ ഹെൽമെറ്റ് ഊരാനും പറ്റത്തില്ല, ചിലപ്പം മുഖത്തോട്ട് ചേർന്നിരിക്കുന്ന ഹെൽമെറ്റൊക്കെ വലിച്ചൂരുന്ന സമയത്ത് ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാകും. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്, കോമയിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്. ഇതുപോലെ പെട്ടെന്ന് പ്രോപ്പർ ഫസ്റ്റ് എയ്ഡ് കിട്ടാത്ത കാരണം ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിക്കും റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ചേർന്നിട്ടാണ് ഹെൽമെറ്റ് റിമൂവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മളവിടെ എത്തി ഹെൽമെറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യം ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒരിക്കലും റിമൂവ് ചെയ്യരുത്. അതാണ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിനോട് പറഞ്ഞതിന് ശേഷം ക്ലിപ്പ് ഊരി ഒരാൾ കഴുത്ത് സപ്പോർട്ട് ചെയ്യുക, ഒരാൾ കഴുത്തിൻ്റെ അടിയിൽ കൈവച്ച് കഴുത്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റേയാൾ ഹെൽമെറ്റ് അകത്തി, അതായത് ചെവിയിൽ നിന്ന് ഇച്ചിരി വലിച്ച് ഇങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് പതുക്കെ ചെവി ക്ലിയർ ചെയ്ത് ഇറക്കുക. എന്നിട്ട് കഴുത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ പെട്ടെന്ന് വലിച്ചൂരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് നേരെ വന്ന് താഴെ ഇടിക്കാനും കഴുത്ത് മടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും എല്ല് കഴുത്തിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പിറകിലുള്ള നരമ്പിനെയോ നാഡികളെയോ പൊട്ടിക്കാനോ ജീവിതകാലം മൊത്തം പാരലൈസ് ആവാനും ചാൻസ് ഉണ്ട്. ഡോക്ടർ, പലപ്പോഴും ഈ ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞു വരുന്ന രോഗികളിൽ ചിലർക്ക് ഈ അപസ്മാരം വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ആക്ച്വലി സിംറ്റംസ് ഓഫ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുമ്പം ബ്രെയിനിൽ എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ബ്രെയിൻ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കാണിച്ച് നമുക്ക് ഒരു മുന്നറിയിപ്പ് തരുന്ന ഒരു ലക്ഷണമാണ് കൺവൽഷൻസ്, അതായത് അപസ്മാരം. അപ്പം ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു വ്യക്തികൾക്ക് കണ്ണിൻ്റെ കാഴ്ച പോവാം, അല്ലെങ്കിൽ കേൾവിശേഷിക്ക് ബുദ്ധിമുട്ട് വരാം. കൺവൽഷൻസ്, അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ അപസ്മാരം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഡോക്ടർ തരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് തന്നെ കഴിക്കുക. ചിലപ്പോൾ ഒരു 1-2 വർഷം തന്നെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഫിറ്റ്സ് ഉണ്ടാകാതിരിക്കാനുള്ള മരുന്ന് കൃത്യമായി കഴിക്കുക. ഡേഞ്ചറസ് സ്പോർട്സിൽ പിന്നെ ഏർപ്പെടാതിരിക്കാൻ നോക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുമ്പം മാക്സിമം ഡ്രൈവിങ് അവോയ്ഡ് ചെയ്യുക, സ്വിമ്മിങ് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിറ്റ്സ് ഉള്ള പേഷ്യൻറ്റുകൾ എപ്പോഴും ഡേഞ്ചറസ് സ്പോർട്സോ ഡേഞ്ചറസ് ആക്ടിവിറ്റീസും മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഡോക്ടർ, ലോകത്ത് തന്നെ മരണകാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തുള്ള ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലും അത് കൂടി വരികയാണ്. എന്തൊക്കെ കാരണങ്ങളാലാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്? സ്ട്രോക്കിന് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുന്നത് കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാവാം, ബ്ലഡ് വെസൽസ് പൊട്ടുന്നത് കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാവും. അപ്പോൾ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുന്നതിൻ്റെ കാരണം നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ നമുക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസ് കാരണം ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് ത്രോംബോസിസ് ഉണ്ടാകുന്നത്. ഇനി പൊട്ടുന്നതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വിത്തിൻ 4 hours ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇറിവേഴ്സിബിൾ വീണ്ടും ബ്രെയിനിൽ ഒരു വെസലോ അല്ലെങ്കിൽ ഒരു കോശമോ അല്ലെങ്കിൽ സെൽസ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സ്ട്രോക്ക് ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് ആയിട്ട് തന്നെ മാറും. ഡോക്ടർ, ഈ മദ്യപാനവും മസ്തിഷ്കാഘാതവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? 30% ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റും ആൽക്കഹോളുമായിട്ട് ബന്ധമാണെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പം ആൽക്കഹോൾ ഇൻടേക്ക് കാരണം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്രോണ്ടൽ ലോബിൻ്റെ തീരുമാനം, യുക്തി, ചിന്ത, പിന്നെ നമ്മുടെ കണക്കുകൂട്ടൽ എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മദ്യം വെച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വിചാരിച്ചെടുത്ത് നിർത്താനോ കറക്റ്റായിട്ട് ഒരു പ്രശ്നപരിഹാരത്തിന് നമുക്ക് പറ്റാതെ വരും. അങ്ങനെ ആക്സിഡൻറ്റ്സ് കൂടുതലുണ്ടാവും. ഞങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചു വരുന്ന വ്യക്തികൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ലങ്സിൽ ആസ്പിറേഷൻ, അതായത് നേരത്തെ ലങ്സിലോട്ട് ഇറങ്ങി അത് വീണ്ടും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ, ഞാൻ പറഞ്ഞു സെക്കൻഡറി ബ്രെയിൻ ഇഞ്ചുറിയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പം പേഷ്യൻറ്റ് മദ്യം കഴിച്ചത് കാരണമായിരിക്കും ബോധം കുറവ്. പക്ഷേ നമ്മൾ വിചാരിക്കും ഹെഡ് ഇഞ്ചുറി കാരണമായിരിക്കും ലോകം. ഇപ്പം ഡോക്ടേഴ്സിനും ജഡ്ജ് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും. പിന്നെ റിക്കവറി നോക്കുവാണെങ്കിൽ തന്നെ റിക്കവറി വളരെ സ്ലോ ആണ്. മദ്യപിച്ച് ഹെഡ് ഇഞ്ചുറി വരുന്ന വ്യക്തികൾക്കും നോർമലായിട്ട് വരുന്ന വ്യക്തികൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ മദ്യപിച്ചുള്ള വ്യക്തികളുടെ റിക്കവറി സ്ലോ ആണ്. ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസുമാണ് നമുക്ക് ആൽക്കഹോൾ വിത്ത് ഹെഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻസിനുണ്ടാകും. ഡോക്ടർ, അവസാനമായി ഇത്തരത്തിലുള്ള ഹെഡ് ഇഞ്ചുറീസ് പരമാവധി ഒഴിവാക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത്? നമുക്ക് എല്ലാ സാധനവും നമുക്ക് 2 എണ്ണം വെച്ചുണ്ട്. കൈ 2 എണ്ണം ഉണ്ട്, കണ്ണ് 2 ഉണ്ട്, ചെവി 2 ഉണ്ട്. പക്ഷേ നമുക്ക് ബ്രെയിൻ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രെയിനിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്.
പിന്നെ അതുപോലെ നമുക്ക് ബ്രെയിനിനൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ഡാമേജുമാണ്. അത് കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ട്രാഫിക് റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഹെൽമെറ്റ് ധരിച്ച് 2 വീലേഴ്സ് വണ്ടി ഓടിക്കാവൂ. ഈവൻ പില്ലോൺ ഡ്രൈവേഴ്സ്, കൂടിയിരുന്ന ഡ്രൈവറിനും കൂടെ ഇരിക്കുന്ന പാസഞ്ചറിനും ഹെൽമെറ്റ് ധരിക്കുന്ന നിർബന്ധമാണ്. കാരണം അവരുടെ തലയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഹെൽമെറ്റ് ധരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെൽറ്റ് ഇടാതെയാണ് എല്ലാവരും ഓടിക്കുന്നത്. ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടണം. നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് ആയിരിക്കണം. ഫുൾ ഫേസ് കവർ ചെയ്യുന്ന ഹെൽമെറ്റ് ആയിരിക്കണം ധരിക്കേണ്ടത്. പിന്നെ വണ്ടി നോക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. വണ്ടി ഓടിക്കുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. പിന്നെ ഹൈറ്റിലോ വല്ലതും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ ബോഡി ബെൽറ്റ് കിട്ടും. അതായത് മുകളിലത്തെ എന്തെങ്കിലും സാധനത്തിൽ കെട്ടി നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ബോഡി ബെൽറ്റ് കിട്ടും. അത് ധരിച്ചുകൊണ്ട് ജോലി ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെ അല്ലെങ്കിൽ മുകളിലൊന്നും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനോ ഈ ബാൽക്കണി മീൻസ് കെട്ടിയിട്ടില്ലാത്ത ഭാഗത്ത് നിൽക്കാനോ ഒന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. പിന്നെ ഈ സ്ലിപ്പ് ചെയ്യുന്ന സർഫസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡ്രൈ ആക്കുക. തെന്നുന്ന മാറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ബ്രെയിൻ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. തീർച്ചയായും തലയ്ക്കും തലച്ചോറിനും ഏൽക്കുന്ന ക്ഷതങ്ങളും പരിചരണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗം തലവൻ ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റൊരു വാർത്തയിലേക്ക്. ഉറക്കക്കുറവുള്ളവർക്ക് പ്രമേഹം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ജപ്പാനിലെ ഗവേഷക സംഘത്തിന്റെ കണ്ടെത്തൽ. ഉറക്കം കുറയുമ്പോൾ അമിതമായി മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങളോടുള്ള ആസക്തി വർദ്ധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ഉറക്കക്കുറവ് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ബാധിക്കും. ചില പ്രത്യേക ഭക്ഷണത്തോടുള്ള താല്പര്യം വർദ്ധിക്കുന്നത് ഇതുകൊണ്ടാണ്. എലികളെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണം പിന്നീട് പല പ്രായക്കാരായ മനുഷ്യരിൽ ആവർത്തിച്ച ശേഷമാണ് ഗവേഷകർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. കണക്കിൽ തൽപരരായ കുട്ടികൾ ഭാവിയിൽ മിടുക്കരാകുമെന്ന് അമേരിക്കൻ ഗവേഷകർ. അമേരിക്കയിലെ വെൻഡർബിൾട്ട് ടെന്നീസി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. കണക്കിൽ കുട്ടികൾ കാണിക്കുന്ന ഉത്സാഹം ഭാവിയിൽ അവരെ മിടുമിടുക്കരാകാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. കണക്ക് കൂട്ടുന്നതിന് അതിശ്രദ്ധ അനിവാര്യമാണ്. എണ്ണുന്നതിനും കണക്കാക്കുന്നതിനുമുള്ള പരിശീലനം വീട്ടിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിക്കുന്നു. ഇത് കുട്ടികളെ കണക്കിൽ കൂടുതൽ മിടുക്കരാകാൻ സഹായിക്കുന്നുമുണ്ട്. ഇത് ഭാവിയിൽ മറ്റു മേഖലകളിലും ഉന്നതിയിലെത്തിക്കുമെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. യുവാക്കളിൽ മദ്യപാനം തലച്ചോറിന്റെ വികാസത്തെ ബാധിക്കുമെന്ന് ഗവേഷകർ. ഉറക്കക്കുറവുള്ളവർക്ക് പ്രമേഹം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനം. കണക്കിൽ തൽപരരായ കുട്ടികൾ ഭാവിയിൽ മിടുക്കരാകുമെന്ന് അമേരിക്കൻ ഗവേഷകർ. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrdatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrdatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.